കൊച്ചിയിൽ നേരത്തെ തന്നെ കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടുള്ള അപകടത്തെ ചൊല്ലി നഗരസഭാ യോഗത്തിൽ കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചി മേയർ അനിൽകുമാറിനെ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു, ഉപരോധിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭ്യമാവുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നു. മേയർ രാജിവെക്കുക എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ആണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത്. ബിനിലാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. ബിനിൽ, പ്രദീപ് വിവരങ്ങൾ നൽകും. പ്രദീപ്, നേരത്തെ നിന്നും കാര്യങ്ങൾ മാറുന്നു, പ്രതിഷേധം അല്പം കൂടി ശക്തമാവുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിലെത്തിയത്. ഉമാ തോമസ് MLA കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ നിന്ന് വീണതിന് ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗമാണ് ഇത്. അതേസമയം KPCC അധ്യക്ഷൻ ഉൾപ്പെടെ നിലവിൽ നടക്കുന്ന അന്വേഷണത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്, തൃപ്തികരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു മേയറുടെ മറുപടി. ഇതിനിടെ പലതവണ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്കുകൾ കൊണ്ട് കൊമ്പുകൊടുത്തു. നഗരസഭയ്ക്കുണ്ടായ പച്ചയായ വീഴ്ചയാണ് ഇത്തരമൊരു അപകടത്തിന് കാരണം. ഇത് അംഗീകരിച്ച് മേയർ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. എന്നാൽ നഗരസഭയ്ക്ക് ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടില്ല. വീഴ്ച വരുത്തിയ ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനപ്പുറമുള്ള ഉത്തരവാദിത്തങ്ങൾ നഗരസഭയ്ക്ക് ഇല്ല. നഗരസഭയ്ക്ക് വീഴ്ച വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു മേയറുടെയും ഭരണപക്ഷത്തിന്റെയും നിലപാട്. ഈ ചർച്ച നടക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ അന്ന് ഈ നൃത്തപരിപാടി നടന്ന വേദിയിൽ ഉമാ തോമസ് വീഴാനിടയായ ക്യൂ മാനേജർ സ്ഥാപിച്ചതുപോലെ ഒരു ക്യൂ മാനേജറുമായി മേയറുടെ ചെയറിന് അടുത്തേക്ക് ഓടിയെത്തിയത്. തുടർന്ന് മേയറെ ഉപരോധിക്കുകയായിരുന്നു. ഇതിനിടെ മേയർ ചെയറിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാറുകയും ചെയ്തു. അതേസമയം പ്രതിപക്ഷാംഗങ്ങൾ ഇപ്പോഴും മേയറുടെ ഡയസിന് മുന്നിൽ ഉപരോധം തുടരുകയാണ്. ശരി, മേയറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ ഉപരോധം തുടരുന്നു. മനുഷ്യന് പുല്ലുവില നൽകുന്നു എന്നുൾപ്പെടെ എഴുതിക്കൊണ്ടുള്ള പ്ലക്കാർഡുകൾ അവരുടെ കയ്യിലുണ്ട്. കൊച്ചി ഭരണം അഴിമതി ഭരണം, മേയർ രാജിവെക്കുക, അടിമുടി ഗുരുതര വീഴ്ച, മേയർ രാജിവെക്കുക, രാജിവെച്ച് പുറത്തു പോകൂ, ആളെ കൊല്ലും മേയറെ, മനുഷ്യജീവന് പുല്ലുവില, ആളെ കൊല്ലും മേയർ, അങ്ങനെ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. ഉദ്യോഗസ്ഥർ വലിയ വീഴ്ച വരുത്തി എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ വക കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദീപ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കുറച്ചു നേരം മുൻപ് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ മേയറെ തടയുന്ന വിധത്തിലേക്ക് പോലും കാര്യങ്ങൾ പോവുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട്? വലിയ രീതിയിൽ പ്രതിഷേധമായിട്ട് പ്രതിപക്ഷം വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് പോകുന്നുണ്ട്? എന്തെല്ലാം ഇനിയും വേണം? എന്തെല്ലാം നടപടികൾ ഉണ്ടാകണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട്? പ്രതിഷേധത്തിനിടെ മേയർ ഡയസിൽ നിന്ന് മേയറുടെ ചേംബറിലേക്ക്, ഓഫീസിലേക്ക് മാറിയിരിക്കുന്നു. അതേസമയം പ്രതിപക്ഷം കുറച്ചു സമയം കൂടി മേയറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുകൾ വേണ്ടി നിന്നിരുന്നു. ഇപ്പോൾ കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി മേയറുടെ ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധവുമായി വന്നുകൊണ്ടിരിക്കുന്നു. നഗരസഭയുടെ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമായത്. ഇത്തരത്തിൽ പരിപാടി നടക്കുന്ന കാര്യം സംഘാടകർ നഗരസഭയെ അറിയിച്ചില്ല എങ്കിൽ കൂടി വിവിധ വകുപ്പുകൾ അത് അറിയേണ്ടതായിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ പരിപാടി നടക്കുന്നു എന്നുള്ള കാര്യം ECDA അധ്യക്ഷൻ K. ചന്ദ്രൻപിള്ള മേയറെ വിളിച്ചറിയിച്ചിരുന്നു. എന്നിട്ടും ഇത്തരത്തിൽ പരിപാടി നടക്കുന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്ന് മേയർ പറയുന്നത് കള്ളമാണ്. അതുകൊണ്ട് തന്നെ മേയർക്ക് സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല, മേയർ രാജിവെക്കണമെന്നുള്ള ആവശ്യമുയർത്തിയാണ് പ്രതിപക്ഷം നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ ബഹളമുയർത്തിയത്. നേരത്തെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഉമാ തോമസ് MLA സ്റ്റേജിൽ നിന്ന് വീഴാൻ ഇടയായ സ്ഥലത്ത് ഒരു ക്യൂ മാനേജർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വേലിക്കെട്ട് സ്ഥാപിക്കേണ്ട സ്ഥലത്ത് പകരം എളുപ്പത്തിന് വേണ്ടി റിബൺ കെട്ടിയുള്ള ക്യൂ മാനേജർ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കൊച്ചി നഗരസഭയെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായൊരു ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് നടപടി തൃപ്തികരമാണെന്ന് KPCC പ്രസിഡന്റ് പറയുകയും അതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ പിന്നീട് ECDA എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ തള്ളിക്കയറി. അതുവരെ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം നടത്തിയെന്ന് വിചാരിക്കാം. എന്നാൽ തൊട്ടടുത്ത ദിവസം കണ്ടത് DCCയുടെ നേതൃത്വത്തിൽ കൊച്ചി കോർപ്പറേഷനിലേക്ക് വലിയ മാർച്ച് നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പരിപൂർണമായ രാഷ്ട്രീയ താല്പര്യമാണ്. നഗരസഭ ഇക്കാര്യത്തിൽ സ്വാഭാവികമായി ഇടപെടണമെങ്കിൽ ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം സമർപ്പിച്ചാൽ മാത്രമേ നഗരസഭയ്ക്ക് ഇക്കാര്യത്തിൽ സ്റ്റേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അവർ ഇങ്ങനെ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇല്ലാത്ത സ്റ്റേജിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ കഴിയുമായിരുന്നില്ല. ECDA ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നല്ലോ.
ആ സ്പോട്ടിൽ പിന്നെ അത് പരിശോധിക്കാൻ കഴിയുന്നത് GCDയുടെ ഉദ്യോഗസ്ഥന്മാർക്ക്, എഞ്ചിനീയർമാർക്ക് മാത്രമാണെന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടി GCD എക്സിക്യൂട്ടീവ് ശുപാർശ ചെയ്തത്. ഒന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ വ്യക്തമായി കോർപ്പറേഷനെതിരായ ഒരു പ്രതിഷേധമായി ഈ പരിപാടി മാറ്റുന്നത് ബോധപൂർവമാണ്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വർഷക്കാലം മുഴുവനും നഗരസഭയുമായി ബന്ധപ്പെട്ട എല്ലാ യോഗങ്ങളും അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം അവർ നടത്തുകയാണ്. കഴിഞ്ഞ 4 കൗൺസിൽ യോഗങ്ങളായിട്ട് ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സാധിക്കാത്ത നിലയിലുള്ള ബഹളം അവർ നടത്തുകയാണ്. നഗരസഭയ്ക്കുമേൽ എല്ലാ കുറ്റങ്ങളും ചേർത്ത് വയ്ക്കാൻ, അതിന് മുകളിലേക്ക് വെക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ ആദ്യഘട്ടം മുതൽ നടത്തുന്നു. ഈ അപകടമുണ്ടായതിന് പിന്നാലെ എന്നുള്ളതാണ് മേയർ നൽകുന്ന മറുപടി.